ട്രെയിൻ സ്റ്റേഷൻ തിയറി എന്നൊരു ആശയമുണ്ട്. ട്രെയിൻ സ്റ്റേഷൻ തിയറി, നമ്മുടെ തീവണ്ടി സ്റ്റേഷൻ തിയറി. ജീവിതം ഒരു ട്രെയിൻ യാത്ര പോലെയാണ് എന്നതാണ് ഈ ആശയത്തിൻ്റെ ഉള്ളടക്കം. ട്രെയിനിൽ ആളുകൾ കയറുന്നതും ഇറങ്ങുന്നതും പോലെ നമ്മുടെ ജീവിതത്തിലും ആളുകൾ വരികയും പോവുകയും ചെയ്യും. ചിലർ കുറച്ച് സ്റ്റോപ്പുകൾ വരെ ഒപ്പമുണ്ടാവും, ചിലർ മൈലുകളോളം നമുക്കൊപ്പം സഞ്ചരിക്കും. എന്തൊരു സുഖമാണ്. ചിലർ വിട പറയാൻ പോലും ഇടതരാതെ ഇടയ്ക്കെപ്പോഴോ ഇറങ്ങിപ്പോകും. വലിയ സങ്കടവും. ഹ്രസ്വമെങ്കിലും ദീർഘമെങ്കിലും ഓരോ യാത്രക്കാരനും നമ്മളെ എന്തെങ്കിലുമൊക്കെ ബോധ്യപ്പെടുത്തും. എല്ലാവരുടെയും ഒരേ യാത്രയല്ല എന്നതാണ് അതിലെ ഏറ്റവും വലിയ പാഠം. ഓരോരുത്തർക്കൊപ്പവും എത്ര ദൂരം സഞ്ചരിക്കണമെന്നത് നമ്മൾ തിരിച്ചറിയണം. ചിലരെ പാതി വഴിയിൽ അവരുടെ അടുത്ത ട്രെയിൻ പിടിക്കാൻ നമ്മൾ അനുവദിക്കേണ്ടി വരും. ഓരോ വ്യക്തിക്കും അവരുടേതായ ജീവിതപാത, ലക്ഷ്യങ്ങൾ, സമയക്രമം എന്നിവയുണ്ടെന്ന് അംഗീകരിക്കുക. എല്ലാവരുടെയും യാത്ര നമ്മുടേതുമായി ഒത്തുപോകണമെന്നില്ല. വിട്ടയക്കുന്നത് ബന്ധത്തിൻ്റെ മൂല്യത്തെ കുറയ്ക്കുന്നില്ല, അതിൻ്റെ മാറ്റ് കൂട്ടുകയുള്ളൂ. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നിന്റെ നന്മയിലേക്ക് ഞാൻ അപ്രത്യക്ഷനാവുകയാണ് എന്ന്. ഏറ്റവും മനോഹരമായൊരു വാചകമാണ്. നമ്മൾ നമ്മുടേതെന്ന് പറഞ്ഞ് വാശി പിടിച്ചു വെച്ചിരിക്കുന്ന, പൊസസ് ചെയ്തിരിക്കുന്ന വ്യക്തികളെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചൊന്ന് വിട്ടുകൊടുത്ത് നോക്കിക്കേ, ആ സ്നേഹത്തിൻ്റെ മാറ്റ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ബന്ധനമല്ല, നിങ്ങൾ വിട്ടുകൊടുക്കൽ കൂടിയാണ് സ്നേഹത്തിൻ്റെ കരുത്ത് എന്ന് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു.